അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് ഞാണ്ടൂർക്കോണം ജംഗ്ഷന് സമീപമാണ്. ഞാണ്ടൂർക്കോണത്ത് നിന്നും ടെക്നോ പാർക്കിലേക്ക് പോകുന്ന വഴി നമുക്ക് കുറച്ച് ഹൗസ് പ്ലോട്ടുകളാണ് നമുക്കിന്ന് സെയിലിനുള്ളത്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഈ സൈഡിൽ കാണുന്ന പ്ലോട്ടുകളാണ് നമുക്കിന്ന് സെയിലിനുള്ളത്. ഈ കാണുന്ന പ്ലോട്ടുകളെല്ലാം 5 സെൻറ്റ് 5.5 സെൻറ്റ് സ്ഥലങ്ങളിലാണ് തിരിച്ചിരിക്കുന്നത് കേട്ടോ. എൻ്റെ ഈ 2 സൈഡിൽ കാണുന്ന പ്ലോട്ടുകളിൽ നമുക്ക് കുറച്ചൊക്കെ സെയിലായിട്ടുണ്ട്. ബാലൻസ് ഒരു 4-5ഓളം പ്ലോട്ടുകൾ നമുക്ക് ഇനിയും സെയിലിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലോട്ടുകൾ കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് ഇനി ഒരു ലാൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആയിട്ടൊന്നും നമുക്കൊന്നും അധികം ഒന്നും ആവത്തില്ല. കാരണം ഫുൾ ലാൻഡ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടേക്കുന്ന ലാൻഡുകളാണ് നമുക്കിന്ന് സെയിലിനുള്ളത്. അതുപോലെ തന്നെ അടുത്തടുത്തതായിട്ട് തന്നെ ധാരാളം വീടുകൾ തന്നെ ഉള്ളത് കൊണ്ട് റെസിഡൻഷ്യൽ ഏരിയയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു ഈസി ആയിട്ട് സെയിലായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് വരാനുള്ള വഴിയെന്ന് പറയുന്നത് കേട്ടില്ല, നല്ല മനോഹരമായ ഇൻ്റർലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോഴൊക്കെ വരുന്ന വാട്ടർ ഡ്രെയിനിങ്ങിനൊക്കെയുള്ള സംവിധാനം എല്ലാം നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്ന് തന്നെ നല്ല രീതിയിലുള്ള ഇൻ്റർലോക്സ് തന്നെയാണ് നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ലാസ്റ്റ് വരെയും ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തിട്ടുണ്ട്, വാട്ടർ കണക്ഷൻ്റെ കണക്ഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസുകളും ഈ പ്ലോട്ടിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴക്കൂട്ടം അല്ലെങ്കിൽ ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ പ്ലോട്ട് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പ്ലോട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കാരണം ഈ പ്ലോട്ടിൽ ഇനി ഒരു ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്നുള്ള 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലോട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴേക്കാൾ നമ്പറിൽ വിളിക്കുക. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചി വീക്കിലി പ്രോപ്പർട്ടീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ സന്തോഷം.